ഒരുവിധം എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു യൂട്യൂബറാണ് അർജുൻ. അർജുൻ്റെ വീഡിയോസിന് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് അർജുൻ്റെ തംബ്നെയിൽസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ അർജുൻ്റെ ഒരു തംബ്നെയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, അതും ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട്. സി ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ ഫോട്ടോഷോപ്പ് ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, എനിക്ക് അത് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്യാം. പ്രോബബ്ലി അർജുൻ വരെ ഇത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടാവും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ബട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് റീക്രിയേറ്റ് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ CTR കൂടുതലുള്ള തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനത് ചെയ്തത് കമ്പ്യൂട്ടറിലാണ്. ആ വീഡിയോയുടെ കമന്റ്സിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചതാണ്, ഹേ ക്രിയേറ്റർ പ്രോ, നമുക്ക് എങ്ങനെ ഫോണിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം? ആൻഡ് ഒരുപാട് പേര് വിചാരിക്കുന്നത് ഫോൺ ഉപയോഗിച്ച് ഒരു നല്ല തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് മാറിക്കോളും. ഫോണിൽ ഞാനൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ വെർട്ടിക്കൽ ഫോമാറ്റിൽ എടുക്കുന്നത്. PC-യിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ പണ്ടിത്ത് വിട് ബാഹ്, എന്നെ പണ്ടിത്ത് വിട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം pixellab എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തംബ്നെയിൽ ചെയ്യുന്നത് എന്നാണ്. pixellab ആദ്യം നമ്മുടെ ഇമേജ് സൈസ് ഫിക്സ് ചെയ്യണം. 3 ഡോട്ട് ബട്ടണിൽ പോയി ഇമേജ് സൈസ് സെലക്ട് ചെയ്യുക. ഇവിടെ 1920 കൊടുക്കുക, ഇവിടെ 1080 കൊടുക്കുക. അപ്പോൾ യൂട്യൂബ് തംബ്നെയിലിന്റെ കറക്റ്റ് സൈസ് കിട്ടും. അർജുന്റെ ഒറിജിനൽ തംബ്നെയിലേക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ അർജുന്റെ പോലത്തെ ഒരു ഫോട്ടോ, കുറച്ച് ഇൻസ്റ്റാഗ്രാം റീൽസ് ഇമേജസ് ആൻഡ് ഫൈനലി കുറച്ച് ടെക്സ്റ്റ്. സോ ആദ്യം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കാം. ഈ തംബ്നെയിലിലെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രേഡിയൻ ടൈപ്പ് ആയിട്ടാണ് അർജുൻ ചെയ്തിട്ടുള്ളത്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലസ് ഐക്കണിൽ പോവുക, എന്നിട്ട് ഷേപ്സ് സെലക്ട് ചെയ്യുക. സ്ക്വയർ ഷേപ്പ് എടുക്കുക, എന്നിട്ട് അതിന്റെ ഷേപ്പ് നമ്മുടെ ക്യാൻവാസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്ലെയിൻ കളർ മതിയെങ്കിൽ കളർ കൊടുക്കാം. ഇവിടെ നമുക്ക് ഗ്രേഡിയന്റ് ആണ് വേണ്ടത്. സോ സെലക്ട് ഗ്രേഡിയന്റ്, ദെൻ പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ടോപ്പിൽ നമുക്ക് വേണ്ട ഗ്രേഡിയൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. അർജുൻ ചെയ്തിരിക്കുന്നത് ഒരു ടോപ്പ് ടു ബോട്ടം ലീനിയർ ഗ്രേഡിയന്റ് ആണ്, അതായത് ഈ സാധനം. ഓൾസോ ഇതിന്റെ ടോപ്പ് പാർട്ട് ഓറഞ്ചും ബോട്ടം പാർട്ട് ഒരു പിങ്കിഷ് റെഡും ആണ്. സോ അതിന് താഴെയുള്ള ഈ സ്ലൈഡറിന്റെ ലെഫ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കളർ പിക്കർ എടുത്ത് ഒരു ഓറഞ്ചിഷ് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ ടോപ്പ് പാർട്ട് സെറ്റായി. ഇതേപോലെ സ്ലൈഡറിന്റെ റൈറ്റ് സൈഡിലും പോയി ഒരു റെഡിഷ് കളർ സെലക്ട് ചെയ്താൽ താഴെയും ഓക്കെ. പിന്നെ ഒറിജിനൽ തംബ്നെയിലിൽ ഓറഞ്ച് കുറച്ച് കൂടുതൽ പോർഷൻ കവർ ചെയ്യുന്നുണ്ട്, റെഡ് താഴെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ഒരു ഗ്രേഡിയന്റ് കിട്ടാൻ ജസ്റ്റ് ഈ മുകളിലെ പോയിന്റ് ഒന്ന് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഓക്കെ കൊടുക്കുക, ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ലെയേഴ്സ് ഐക്കണിൽ പോയിട്ട് ഈ ഷേപ്പ് ലെയർ ലോക്ക് ചെയ്യാൻ മറക്കരുത്. അത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ ലെയേഴ്സിനും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇമേജസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഇമേജ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. സിംഗിൾ പ്ലെയിൻ കളർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ pixellab തന്നെ ഇറേസ് കളർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ബട്ട് യൂഷ്വലി നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പോയി ജസ്റ്റ് ആ മാജിക്കൽ ബ്രഷ് ഉപയോഗിച്ചാൽ തന്നെ PC-യിലെ പോലെ അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഇമേജ് സേവ് ചെയ്യാം. ഈ ഇമേജ് ഇന്റേണൽ സ്റ്റോറേജിൽ ഇറേസർ എന്നൊരു ഫോൾഡറിലാവും സേവ് ചെയ്തിട്ടുണ്ടാവുക. സോ pixellab തിരിച്ച് വന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറിയിൽ പോയി ഈ ഇറേസർ ഫോൾഡറിലുള്ള ആ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ലെങ്കിലും pixellab നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാനുള്ള ഫീച്ചറൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മാസ് ടൂളും ഇറേസറൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ നല്ല പണിയുള്ള കേസാണ്. എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനെ ഒരു മടിയനായി പോയി. ഈ ഫോട്ടോ ഇനി നമുക്ക് വേണ്ട സ്ഥലത്തും വേണ്ട സൈസിലും വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. കുറച്ച് റൊട്ടേഷൻ കൂടി കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനത്തെ കുറച്ച് റീൽസ് ഫോട്ടോസ് കൂടി വേണം. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോയി കുറച്ച് റീൽസിന്റെ സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്ത് ആ ഫോട്ടോസ് നമ്മുടെ തംബ്നെയിലേക്ക് ആഡ് ചെയ്യാൻ പ്ലസ് ഐക്കൺ, പിന്നെ ചൂസ് ഫ്രം ഗാലറി, എന്നിട്ട് ഓരോന്നായി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും. സോ ആവശ്യമില്ലാത്ത പോർഷനൊക്കെ അവിടെ നിന്ന് തന്നെ വെട്ടിക്കളയാം. പിന്നെ ഒറിജിനൽ തംബ്നെയിലുള്ള പോലെ മൂന്നും ഒരേ സൈസ് ആക്കുക, എന്നിട്ട് കുറച്ച് ചെരിച്ച് വെക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, ഈ ലെഫ്റ്റ് സൈഡിലുള്ള റീല് അർജുന്റെ കൈയിന്റെ താഴെ ആയിട്ടാണ് വരുന്നത്. സോ അത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ലെയേഴ്സിൽ പോയിട്ട് ആ ഇമേജിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോട്ട്സ് ഹോൾഡ് ചെയ്ത് നമ്മുടെ മെയിൻ ഇമേജിന്റെ താഴേക്ക് കൊണ്ടുവന്നാൽ മതി. പ്രോബ്ലം സോൾവ്ഡ്. ഇനിയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള പണി. ആദ്യം നമുക്ക് ഗസ് മൈ ഏജ് എന്ന ടെക്സ്റ്റ് സെറ്റ് ആക്കാം. ഒരു പുതിയ ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്തിട്ട് ഗസ് മൈ എന്നതിന്റെ എഡിറ്റ് സെക്ഷനിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതേ എഡിറ്റ് സെക്ഷനിൽ പോയാൽ ഇതിന്റെ ഫോണ്ടും കളറും ഒക്കെ മാറ്റാം. ഫോൺ സെക്ഷനിൽ പോയിട്ട് ഇത് മാറ്റാൻ നോക്കിയാൽ ഇവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കുറെ ഫോൺസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അതിന് മൈ ഫോൺ സെക്ഷനിൽ പോയാൽ അവരൊരു ലൊക്കേഷൻ കാണിച്ചു തരും. അതിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഫോൺ ഫയൽസ് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ആ ഫോൾഡറിൽ പോവുക, നിങ്ങൾക്ക് വേണ്ട ഫോൺസ് ഒക്കെ സെലക്ട് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ 2 ഫോൺസ് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു മലയാളം ഫോണ്ട് കണ്ടോ,
ഇതിൽ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാനും പറ്റും. അതിനാദ്യം നിങ്ങളൊരു FML മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ മലയാളം ഇതിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യരുത്. അതിനാദ്യം കുറ്റി പെൻസിൽ പോലുള്ള ഒരു സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനെ FML ടൈപ്പ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. ഓൾസോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മലയാളം ഫോണ്ട് FML ടൈപ്പ് ഫോണ്ട് ആയിരിക്കണം. എനിക്ക് FML ടൈപ്പ് മലയാളം ഫോൺസിന്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ പിൻഡ് കമന്റിലോ ആയിട്ട് കൊടുക്കാം. ഇനി ഇംഗ്ലീഷ് ഫോൺസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദ ഫോൺസ് പോലുള്ള സൈറ്റുകളിൽ പോയാൽ മതി. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഇൻബിൽഡ് ഫോണ്ട് വെച്ചിട്ട് പോവാണ്. ഈ ഫോണ്ട് ഒറിജിനൽ ടെക്സ്റ്റുമായിട്ട് നല്ല സാമ്യമുണ്ട്, ഇത് മതി. ഇനി ഈ ടെക്സ്റ്റിനെ നമുക്ക് വേണ്ട സ്ഥലത്ത് കുറച്ച് റൊട്ടേഷൻ കൊടുത്തിട്ട് വെക്കാം. സോ ഗസ് മൈ വരെ ഓക്കെ ആയി. ഇനി ഏജ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ ഏജ് ഗസ് മൈനെക്കാട്ടും സൈസ് കുറച്ച് കൂടുതലാണ്. ഏജ് ടൈപ്പ് ചെയ്ത് അത് വലുതാക്കി അവിടെ കൊണ്ടുപോയി വെച്ചു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ മാർക്സ് കൂടി വേണം. ഫോണിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്സ് പോലുള്ള ചെറിയ ചെറിയ ടെക്സ്റ്റുകൾ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. വാടവിടെ ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് നടക്കുക. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് പൊസിഷൻസ്. മൂവ്മെന്റ് ടൂൾസ് അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഫൈനലി ഓക്കെ, നൗ ആർ വി ഡൺ. ആ ടെക്സ്റ്റുകളുടെ ബാക്കിൽ ഒരു പ്രത്യേക ഗ്ലോ കണ്ടോ? അത് കിട്ടാൻ ആ ടെക്സ്റ്റ് ലെയറിൽ പോയിട്ട് എഡിറ്റിൽ ചെന്ന് ഷാഡോ ഇനേബിൾ ആക്കി കൊടുക്കുക. എന്നിട്ട് ഷാഡോ കളർ വൈറ്റ് ആക്കുക. അതിന്റെ താഴെയുള്ള ഈ ഒപ്പാസിറ്റി ആൻഡ് ബ്ലർ റേഡിയസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ടീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് 120 ഓക്കെ ആയി. അപ്പൊ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഒരു എക്സ്ക്യൂസും പറയരുത്. ടൂൾസ് അല്ല ഇമ്പോർട്ടന്റ്, ഐഡിയയാണ്. ഇനി ജസ്റ്റ് ഈ ഫോട്ടോ എക്സ്പോർട്ട് ചെയ്താൽ മതി. ആ 3 ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് JPEG ൽ നിന്ന് PNG ആക്കി മാറ്റുക, പിന്നെ സേവ് ടു ഗാലറി. ഓക്കെ, ഇനി നിങ്ങൾ ഇങ്ങനെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ CTR കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയാൻ താഴെ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യൂ. ഓൾസോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫോണിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ.